ബാഡി, സിഗ്മ എന്നൊക്കെ വിളിക്കുന്ന പിള്ളേർ സെറ്റിനെ എന്നാ വിളിക്കുമെന്നൊരു കൺഫ്യൂഷൻ. എന്തായാലും എല്ലാവർക്കും വെരി 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 ഗുഡ് മോർണിംഗ്. ഈ മാസം 19 ഒരു പ്രത്യേകതയുണ്ട്. ലോക ഫോട്ടോഗ്രാഫി ദിനമാണ്. ഒരു സെൽഫിയോ ഫോട്ടോയോ ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപാര സ്കില്ലുള്ളവരാണ് നമ്മളിൽ പലരും. സെൽഫി എടുത്ത് സ്മഡ്ജ് ചെയ്ത് ഡോഡ്ജ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ലൈക്ക് വാരിക്കൂട്ടുന്നതിലുപരി ഫോട്ടോഗ്രാഫി ശക്തമായ ഒരു മാധ്യമമാണെന്ന് എത്ര പേർക്കറിയാം. വാക്കുകൾക്ക് തുറന്നുകാട്ടാനാകാത്ത സത്യങ്ങൾ തുറന്നുകാട്ടാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും അതിന് കഴിയും. മനുഷ്യരാശിക്ക് പ്രതീക്ഷ നൽകാനും ഫോട്ടോകൾക്ക് കഴിയും. ലോകത്തെ മാറ്റിമറിക്കാൻ ഫോട്ടോകൾക്ക് കഴിയും. അങ്ങനെ ലോകത്തെ മാറ്റിമറിച്ച, ഞെട്ടിച്ച ചില ചിത്രങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. 1917 മുതൽ മികച്ച വാർത്താ ചിത്രങ്ങൾക്കുള്ള പുലിറ്റ്സർ പുരസ്കാരം നേടിയ ഫോട്ടോകളാണ്. വെറും ഫോട്ടോകൾ എന്നതിലുപരി അവയുടെ ആഴം നിങ്ങളൊന്ന് കണ്ടെത്തണം. രാവിലത്തെ ഒരു ടാസ്ക് ഇതായിക്കോട്ടെ. ഈ ചിത്രങ്ങൾ പല കാലത്തും പലരെയും അസ്വസ്ഥപ്പെടുത്തിയതാണ്. ആ ചിത്രങ്ങളിൽ നിന്ന് നാം പോകുന്നത് തലക്കെട്ടുകളിലേക്കാണ്. സ്കൂൾ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ എടുക്കരുതെന്ന് വീണ്ടും സർക്കുലർ. സർക്കാർ എയ്ഡഡ് അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നതായി വ്യാപക പരാതി ലഭിച്ച സാഹചര്യത്തിലെന്ന് സർക്കാർ. സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നത് ഗുരുതര അച്ചടക്ക ലംഘനമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ്. വീഴ്ച വരുത്തിയാൽ കടുത്ത നടപടി. സൈനികരാകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് 2026 ജൂലൈ ടേമിലെ 8ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. CBSE സിലബസിൽ പഠനത്തോടൊപ്പം സായുധസേന ഓഫീസർമാരാകാൻ പരിശീലനം. വിവരങ്ങൾ ഈ ലിങ്കിലുണ്ട്. വായന ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് സന്തോഷ വാർത്ത. പത്രവായനയ്ക്ക് ആഴ്ചയിൽ ഒരു പീരീഡ് മാറ്റിവെക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അടുത്ത അധ്യയന വർഷം പ്രാബല്യത്തിലാകും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയും കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവുമാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ VS അച്യുതാനന്ദൻ. എത്ര പേർക്കറിയാം VS അച്യുതാനന്ദൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന്? നമ്മുടെ വെള്ളംകുളങ്ങര GUP സ്കൂളിലെ ചെറിയ കുട്ടികൾ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ കീർത്തി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് VS അച്യുതാനന്ദനെ പോലെയുള്ള ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 40 സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഈ കുട്ടികൾ തയ്യാറാക്കിയത് മനസ്സിലായത്. അപ്പൊ ഈ കുട്ടികളെ കുറിച്ച് നമുക്കും ഒന്ന് അറിഞ്ഞാലോ? മധ്യ തിരുവിതാംകൂറിലെ പ്രധാന കാർഷിക മേഖലയായ ഓണാട്ടുകരയിലാണ് ഹരിപ്പാട്. ഓണത്തെ സ്വന്തം പേരിനോട് ചേർത്തങ്ങ് നിർത്തുന്ന ഓണാട്ടുകര മഹാബലിയെ ഊട്ടിയ നാടെന്നാണ് ഐതിഹ്യം. ഓണം പടിവാതിലിൽ നിൽക്കുമ്പോൾ ഇത് പറയാതെ എങ്ങനെ പോകും? ആ ഹരിപ്പാട്ടെ വള്ളംകളിക്കും ചുണ്ടൻ വള്ളങ്ങൾക്കും പേരുകേട്ട വെള്ളംകുളങ്ങര എന്ന മനോഹരമായ ഗ്രാമത്തിൽ ദേവീക്ഷേത്രത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളാണ് GUPS വെള്ളംകുളങ്ങര. നാട്ടിൻപുറ നന്മകളാൽ സമൃദ്ധമായ ഈ സ്കൂളിലെ കാഴ്ചകൾ കണ്ടാൽ പഴയ തലമുറയ്ക്ക് നൊസ്റ്റു അടിക്കും. ദേ കണ്ടില്ലേ, തനി ഗ്രാമീണ പശ്ചാത്തലം. പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ പോകുന്ന കുട്ടിത്തം. മോനൂസെ, വെള്ളം കുടിക്കുമ്പോൾ പൈപ്പ് ഓഫ് ചെയ്യാൻ മറക്കല്ലേ, ജലം അമൂല്യമാണ്. പൈപ്പിൻ ചോട്ടിൽ കുട്ടിക്കുറുമ്പുകൾ എന്തൊക്കെയോ ബാല്യ കുതൂഹലങ്ങൾ കൈമാറുന്നു. മൂന്നാമനുമെത്തി ഷടവടയെന്ന് കൈ കഴുകി ഓടി. ഈ മുത്തുമണി നടന്നു വരുന്ന വഴിക്കാണ് ക്യാമറ കണ്ടത്. ക്യാമറയല്ലേ, ഒഴിവാക്കാൻ പറ്റുമോ? നാണത്തോടെ കൈ കാണിച്ചെന്നും ഇല്ലെന്നും തോന്നിപ്പിക്കുന്ന ഒരു കൈവീശൽ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു ഫ്ലാഷ് ബാക്ക് സീനിലേക്ക്. ഒരു സാമൂഹ്യശാസ്ത്ര ക്ലാസ്സാണ് രംഗം. കണ്ടു നോക്കൂ. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചോട്ടെ? സാറ്, നമ്മുടെ ജില്ലയിലും ഇതുപോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ടോ? ഉണ്ട്. നമ്മുടെ നാട്ടിലും സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. സാറേ, അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? ആരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നല്ലേ? അത് സാറൊന്ന് നോക്കിയിട്ട് ഇത് പറഞ്ഞുതരാം കേട്ടോ. കാരണം ഇപ്പോൾ അറിയില്ല. സാർ തീർച്ചയായിട്ടും നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറഞ്ഞുതരാം. ആ ഒരു സംശയം കുഞ്ഞു കുട്ടികളെ നയിച്ചത് ഒരു മഹത്തായ കർമ്മത്തിലേക്കാണ്. ഒപ്പം ഒട്ടും ഈഗോ ഇല്ലാതെ ഇപ്പോൾ തനിക്കതറിയില്ല, നമുക്കൊന്നിച്ചിറങ്ങാമെന്ന് പറഞ്ഞ് കുട്ടികളെ നയിച്ച രജനീഷ് എന്ന അധ്യാപകന് ഒരു കയ്യടിയും. ഇനി സംഭവിച്ചതെന്തെന്ന് ഇവരുടെ വാക്കുകളിലൂടെ കേൾക്കാം.
സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു സംശയമാണ് ഞങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ടോ എന്ന്. നമ്മുടെ പ്രദേശത്തുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ അവരുടെ വീട്ടിലെത്തി കണ്ടുകൊണ്ടും അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ടും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നേരിട്ടറിയുന്ന അനുഭവ പഠനം സ്വാതന്ത്ര്യകീർത്തി എന്ന തനത് പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ അതിനായാണ് ശ്രമിച്ചത്. അന്ന് സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ അവരെ പറ്റി അവർക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അവിടെ ബ്രിട്ടീഷുകാരൊക്കെ എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് എന്ന് കുട്ടികൾക്കും പൊതുസമൂഹത്തിനും അറിവ് പകർന്നു കൊടുക്കാൻ സാധിച്ചു. അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാൻ സാധിച്ചു. അപ്പോൾ അവർ ഈ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതേപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾക്കും തോന്നുന്നുണ്ട് എന്നുള്ളൊരു മറുപടിയാണ് കിട്ടിയത്. ജാതി മത മറ്റ് വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവരും ഒരു മനസ്സോടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ള ആ ഒരു സന്ദേശം അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇനി ഒരു സ്വാതന്ത്ര്യ ഗീതം കൂടിയാകാം. ജനഗണമനയുടെ ജന്മദേശം പാടും സുഗമിതാ, ജനനീ ജന്മഭൂമി എന്ന ഭാവന മന്ത്രമിതാ. ജനഗണമനയുടെ ജന്മദേശം പാടും സുഗമിതാ, ജനനീ ജന്മഭൂമി എന്ന ഭാവന മന്ത്രമിതാ. അവിടെ ഗാനം, ഇവിടെ ഇവരെന്തോ ആലോചനയിലും. വരി വരിയായി കുനിയനുറുമ്പുകളെ പോലെ ചിട്ടയായി വിദ്യാർത്ഥികൾ അങ്ങനെ അധ്യാപകരോടൊപ്പം നടക്കുകയാണ്. ഇതിനിടെ ചില ബാല്യ കൗതുകങ്ങളും. അങ്ങനെ ഈ ക്ലാസ് മുറിയിൽ നിന്നുയർന്ന ഒരു ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കൂടി വെളിച്ചം വീശുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ഇന്നത്തെ ക്യാമ്പസ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ബൈ ദ ബൈ, ഓണം വിത്തൗട്ട് ലഹരി ബട്ട് വള്ളംകളി ലഹരി. ഓക്കെ, സീ യു നെക്സ്റ്റ് വീക്ക്. കാണണം.